സ്വാഗതം പറഞ്ഞ MACയുടെ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മാസ്റ്റർ, നമ്മുടെ സ്ഥാപനത്തിലെ ഹെഡുമാർ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അൽബിർ സ്കൂളിലെ അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് ഏറെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ്. നമ്മുടെ പിഞ്ചുകുട്ടികളുടെ കലാപ്രകടനങ്ങൾ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മുടെ ഉദ്ഘാടന വേദിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ വെച്ച് ഒന്നിലധികം പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ വരും വർഷത്തെ അഡ്മിഷൻ്റെ ഒരു ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ പഠനം പൂർത്തിയാക്കുന്ന കുട്ടികൾക്കുള്ള കോൺവക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതലൊന്നും കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. നമുക്കറിയാം, MIC എന്ന സ്ഥാപനം തന്നെ വളർന്ന് പന്തലിച്ച ഒരു വലിയ സ്ഥാപനമാണ്. അതിലൊരുപാട് സ്ഥാപനങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ അൽബിർ സ്കൂൾ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ കരിക്കുലം അനുസരിച്ച് പ്രവർത്തിക്കുകയും അത് വളരെ നല്ല രീതിയിൽ അവരുദ്ദേശിച്ച രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഉന്നത നിലവാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ അൽബിർ സ്കൂൾ. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല. അതിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികളുടെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പഠനത്തിലുള്ള മികവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇത്തരം 3 വയസ്സ് മുതലുള്ള കുട്ടികളെ ഈ രീതിയിൽ പഠിപ്പിച്ചെടുക്കാൻ ഏറെ ശ്രമകരമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ അധ്യാപികമാർ അതിന് ഏറ്റവും കഴിവുള്ളവരും ആ കാര്യത്തിൽ വളരെ മിടുക്ക് കാണിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സംതൃപ്തരാണ്. ഇവിടെ ഒരുപാട് ഈ ക്യാമ്പസിനകത്തുള്ള ഈ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നല്ല ഒരു കാമൻ ക്വയറ്റായ അന്തരീക്ഷമുള്ള ഒരു പ്രത്യേക സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പഠനത്തിന് അത് ഏറെ പ്രയോജനപ്രദമാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഏതായാലും ഇത്തരം ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കുട്ടികളുടെ ഒരു ജീവിതക്രമം അവർ വളരെ കുഞ്ഞുനാളിൽ തൊട്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഇസ്ലാമിക ചുറ്റുപാടിലുള്ള വളർന്നു വരണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളെല്ലാം ഈ അൽബിർ സ്കൂളിൽ ചേർത്തുന്നത്. അതിന് ഉപയുക്തമായ രീതിയിൽ തന്നെ അവരെ വളർത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇതിനെല്ലാം രക്ഷിതാക്കളുടെ ഒരു സഹായവും പിന്തുണയും അത്യാവശ്യമാണ്. ഇവിടെ ക്ലാസ് സമയത്ത് പഠിപ്പിച്ചു വിടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് അവർ നടപ്പാക്കുന്നുണ്ടോ വീട്ടിൽ വെച്ചിട്ട് എന്ന് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടുന്ന് ഇപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ ചൊല്ലേണ്ട കാര്യം ഇവിടെ പഠിപ്പിക്കും. പക്ഷേ എണീക്കുന്നത് നമ്മളടുത്തു നിന്നാണ്. രാവിലെ അവർ ഉണരുമ്പോൾ ആ ചൊല്ലാനുള്ള കാര്യങ്ങൾ ചൊല്ലിയിട്ട് തന്നെയാണോ ഉണരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ അത് എന്തൊക്കെയെന്ന് ഈ ടീച്ചേഴ്സ് നിങ്ങളെ അറിയിക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങളും കൂടി പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്നാണ് പറയാനുള്ളത്. ഏതായാലും ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല. ഇവിടെ നടക്കാനുള്ള ചടങ്ങുകൾ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.